പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. മാക്ബത്ത് പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച എഴുത്തുകാരൻ ശ്രീ മലിക് നാലകത്ത് എഴുതിയിട്ടുള്ള ഒരു ദേശത്തിന്റെ വികാസ പരിണാമങ്ങൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങാണ് നിയമസഭാ പുസ്തകോത്സവത്തിൽ നടക്കുന്നത്. നിയമസഭാ പുസ്തകോത്സവം എന്ന് പറയുന്നത് ഇത് 3ാമത്തെ വർഷമാണ് നമ്മളെല്ലാവരും നിയമസഭയുടെ ഒരു പുസ്തകോത്സവത്തിന്റെ ഭാഗമാകുന്നത്. പുസ്തകത്തിന്റെ സ്റ്റോളുകളും എഴുത്തുകാരുടെ പുസ്തകങ്ങളുടെ പ്രകാശനങ്ങളും നിരവധി ചർച്ചകളുമായിട്ട് എനിക്ക് തോന്നുന്നു ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും നിയമസഭ ഇത്തരത്തിലൊരു പുസ്തകത്തോടനുബന്ധിച്ചിട്ടുള്ള ഇങ്ങനെയുള്ള ഒരു ചടങ്ങ് നിയമസഭയ്ക്കകത്ത് സാധാരണക്കാരായ ജനങ്ങൾക്ക് പോലും വന്ന് കയറാനും ഇവിടെയുള്ള പുസ്തകങ്ങൾ വായിക്കാനും വിദ്യാർത്ഥികൾ അടക്കമുള്ളവർക്ക് ഇവിടെ വന്നു പോകാനുമുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയത് അത് ഏറെ പ്രശംസനീയമാണ്. നമ്മുടെ പുസ്തകം പ്രകാശനം ചെയ്യുന്ന സ്വീകരിക്കുന്ന നമ്മുടെ മുഖ്യാതിഥിയായിട്ടുള്ള എല്ലാ അതിഥികളെയും ഏറെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കാലത്തിന്റെ കുലംകുത്തിപ്പാച്ചിലും മഹാപ്രളയത്തിന്റെ ഭ്രാന്തിരുമ്പുഴയിലും ഒഴുകിപ്പോകാതെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പൈതൃകത്തിന്റെ ജ്വാലയായി തെളിഞ്ഞ ഏടായിരിക്കും ഒരു ദേശത്തെ കുറിച്ച് എപ്പോഴും എഴുതുന്നത്. മലിക് നാലകത്ത് മലപ്പുറം അരീക്കോടുള്ള വ്യക്തിയാണ്. ചാലിയാർ സാക്ഷി എന്ന് പറഞ്ഞ് അരീക്കോട് എന്ന് പറയുന്ന ദേശത്തെ കുറിച്ച് ഇതിനു മുമ്പും പുസ്തകം രചിച്ചിട്ടുള്ള ഒരാളാണ്. ഒരു ചരിത്രത്തെ അല്ലെങ്കിൽ നമ്മൾ ജീവിച്ചിരുന്ന ഒരു ചുറ്റുപാടിനെ എഴുതുക, അതിനെ അടയാളപ്പെടുത്തുക എന്ന് പറയുന്നത് പുതിയ കാലത്തിലേക്ക് നീട്ടിവെക്കുന്ന ഒരു വലിയ ഉദ്യമം കൂടിയായിട്ട് കാണുകയാണ്. മലിക് എപ്പോഴും അത്തരത്തിലുള്ള എഴുത്തുകളിലൂടെ സജീവമായി നിൽക്കുന്ന ഒരാൾ കൂടിയാണ്. അതിന്റെ ഒരു എന്താ പറയാ അഭിമാനമുണ്ട് മാക്ബത്ത് പബ്ലിക്കേഷൻസിന് ഇങ്ങനെ ഒരു പുസ്തകം ഇവിടെ പ്രസിദ്ധീകരിക്കാൻ സാധിക്കുന്നതിൽ. പുസ്തകം പ്രകാശനം ചെയ്യുന്നത് പ്രിയപ്പെട്ട എഴുത്തുകാരനായ ജേക്കബ് എബ്രഹാമാണ്. മലയാള മിഷന്റെ പ്രവർത്തകൻ കൂടിയായ ശ്രീ ജേക്കബ് എബ്രഹാം മലയാള സാഹിത്യത്തിന് നിരവധി പുസ്തകങ്ങൾ സമ്മാനിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഒരുപാട് പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള വ്യക്തിയാണ്. കേരള സാഹിത്യ അക്കാദമിയുടെ ഗീതാ ഹിരണ്യൻ എൻഡോമെന്റ് പുരസ്കാരം, കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കരൂർ പുരസ്കാരം തുടങ്ങി ഇപ്പൊ പുതിയതായിട്ട് ഇറങ്ങിയിട്ടുള്ള കുമരി, വാൻഗോങ്ങിന്റെ കാമുകി തുടങ്ങി നിരവധി പുസ്തകങ്ങൾ നമ്മുടെ മലയാള സാഹിത്യത്തിന് സമർപ്പിച്ചിട്ടുള്ള എഴുത്തുകാരൻ കൂടിയാണ്. അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ ഞങ്ങളുടെ പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പുസ്തകം സ്വീകരിക്കുന്നത് പുതിയ ഒരു എഴുത്തുകാരി കൂടിയായിട്ടുള്ള ശ്രീന വടക്കേതിലാണ്. എഴുത്തുകാരിയാണ്, സംരംഭകയാണ്, തിരുവനന്തപുരത്ത് തന്നെ ഉള്ള ഒരു വ്യക്തി കൂടിയാണ്. ഏറെ സ്നേഹത്തോടെ ശ്രീനയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊന്ന്, നമുക്ക് അറിയാം തിരുവനന്തപുരത്ത് തന്നെയുള്ള ഒരു വ്യക്തിയാണ് ശ്രീ സുനിൽ സി എന്ന് പറയുന്നത്. എഴുത്തുകാരനാണ്, നിരൂപകനാണ്, നാടക പ്രവർത്തകനാണ്. അദ്ദേഹം ഇല്ലാത്ത ഇടങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടി വരും. നിരൂപക സാഹിത്യത്തിന് പണ്ട് കാലങ്ങളിലൊക്കെ വലിയ തോതിൽ നിരൂപക സാഹിത്യം ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒന്നായിരുന്നു എന്ന് നമുക്കറിയാം. എന്നാൽ ഇക്കാലത്ത് നിരൂപണം ചെയ്യാൻ പോലും എല്ലാവരും മടിക്കുന്ന ഒരു സമയത്ത് ശ്രീ സുനിൽ സി അദ്ദേഹത്തിന്റെ കർത്തവ്യം നിറവേറ്റുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് ഏറ്റവും ശ്രദ്ധേയനാക്കുന്നത്. അദ്ദേഹത്തെയും ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വളരെ കുറഞ്ഞ സമയമാണ് നമുക്ക് പുസ്തക പ്രകാശനത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ ആദ്യം പുസ്തകം പ്രകാശനം ചെയ്യാൻ എഴുത്തുകാരൻ ശ്രീ ജേക്കബ് എബ്രഹാമിനെയും സ്വീകരിക്കുന്നതിനു വേണ്ടി ശ്രീമതി ശ്രീന വടക്കേതിനെയും ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. നമ്മളോട് സംസാരിക്കുന്നതിനായി പ്രിയപ്പെട്ട എഴുത്തുകാരൻ ശ്രീ ജേക്കബ് എബ്രഹാമിനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. തിരുവനന്തപുരത്ത് തന്നെ സജീവമായി നിൽക്കുന്ന ഒരു സാഹിത്യകാരൻ കൂടിയാണ്. അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നത്. സുഹൃത്തുക്കളെ, ഉച്ച കഴിഞ്ഞുള്ള ഈ സമയം കുറച്ച് ആളുകളെ നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് അറിയാമെങ്കിൽ പോലും ഇത് നിയമസഭാ പുസ്തകോത്സവത്തിന്റെ 4ാമത്തെ എഡിഷന്റെ ആദ്യ ദിവസമാണ്. ആദ്യ ദിവസം തന്നെ ഇങ്ങനെ ഒരു പുസ്തകം, പ്രത്യേകിച്ചും ദേശചരിത്രത്തിന്റെ ഒരു പുസ്തകമാണിത്. ഒരു ദേശത്തിന്റെ വികാസ പരിണാമങ്ങൾ. മലിക് നാലകത്താണ് എഴുത്തുകാരൻ. അദ്ദേഹം വേദിയിലുണ്ട്. നമുക്കറിയാം, ദേശം എന്നുള്ളതാണ് ശരിക്കും ഒരു എഴുത്തുകാരനെ സൃഷ്ടിക്കുന്നത്. പലപ്പോഴും ഞാൻ കഥയും നോവലും ഒക്കെ എഴുതുന്ന ആളാണ്. പക്ഷെ എൻ്റെ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് എൻ്റെ ദേശം തന്നെയാണ്. അത് ദേശത്തെ നമ്മളത് ഫിക്ഷണലൈസ് ചെയ്യും. വൈകാരികപരമായിട്ട് അതിന്റെ സാഹിത്യത്തെയാണ് ഫിക്ഷൻ എഴുത്തുകാർ എഴുതുന്നത്. അവര് അത് കവിതയായും അല്ലെങ്കിൽ കഥയായും നോവലായും എഴുതുമ്പോൾ ഒരു ദേശചരിത്രകാരൻ ദേശത്തിന്റെ ഓർമ്മകളെയും ദേശത്ത് ജീവിച്ച് മരിച്ചു പോയവരെയും ആ നാടിനു വേണ്ടി സംഭാവന ചെയ്ത മനുഷ്യരെയൊക്കെയാണ് ഓർത്തെടുക്കുന്നത്. പ്രിയപ്പെട്ട മലിക്
മലിക്കിന്റെ ഈ പുസ്തകത്തിൽ, അദ്ദേഹത്തിന്റെ ഈ പുസ്തകത്തില് അരീക്കോട്, മലപ്പുറം ജില്ലയിലെ അരീക്കോട് എന്ന് പറഞ്ഞ ഇതിന്റെ ആമുഖത്തിൽ പ്രിയപ്പെട്ട MLA ജലീൽ എഴുതിയതുപോലെ ആ നാട്ടിൽ ധാരാളം വിദ്യാസമ്പന്നരും ധാരാളം ചരിത്രമുള്ള ആ നാടിന്റെ ചരിത്രത്തെയാണ് അദ്ദേഹം അടയാളപ്പെടുത്തുന്നത്. ഏകദേശം 1800കളിൽ തുടങ്ങുന്ന ചരിത്രം 2022 ഈ കാലഘട്ടം വരെയുള്ള ചരിത്രം, ഒരു വലിയ കാലഘട്ടത്തെയാണ് ഈ പുസ്തകത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കിത് വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും. ഖിലാഫത്ത് പ്രസ്ഥാനം ഉൾപ്പെടെയുള്ള നിരവധി രാഷ്ട്രീയ സമരങ്ങൾക്ക് കൂടി വേദിയായ സ്ഥലമാണ് ഈ മലപ്പുറം ജില്ലയിലെ അരീക്കോട്. ആ സ്ഥലത്തെയാണ് മലിക് എഴുതി ഈ പുസ്തകത്തിലൂടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. എനിക്ക് അതിനോടൊപ്പം തന്നെ ഏറെ സവിശേഷതയെ തോന്നിയ ഒരു കാര്യമെന്ന് പറഞ്ഞ ഇതില് ആ നാട്ടിലെ ജീവിച്ച് മരിച്ചുപോയി ആ നാടിന് സംഭാവന ചെയ്ത നിരവധി മനുഷ്യരെ ഈ പുസ്തകത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം, ഇപ്പം ഞാൻ പലപ്പോഴും നോവൽ, ഇപ്പൊ ഞാൻ എന്റെ നാടിനെ കുറിച്ചൊക്കെ നോവൽ എഴുതുമ്പോൾ നമുക്ക് വേരുകളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ മണ്ണ് കുഴിച്ച് നമ്മൾ മണ്ണിനടിയിലേക്ക് അല്ലെങ്കിൽ കാലത്തിന്റെ പുറകിലേക്ക് ഒരു ടൈം മെഷീനിലൂടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നാട്ടിലെ പൂർവികരുടെ ഒരു ഹൃദയസ്പന്ദനം ആ നാട്ടിൽ നിന്ന് അറിയാൻ പറ്റും. ഈ അടുത്ത കാലത്ത് ഞാൻ അവതാർ എന്ന സിനിമ കണ്ടു. അവതാർ അതിമനോഹരമായ വലിയൊരു പൊളിറ്റിക്സ് മുന്നോട്ട് വെക്കുന്ന സിനിമയാണ്. ആ സിനിമയിൽ പറയുന്നത് ചരിത്രം, ആ സിനിമയുടെ രാഷ്ട്രീയം വളരെ മനോഹരമായ ഒരു പ്രകൃതിയുടെ രാഷ്ട്രീയമാണ് അത് മുന്നോട്ട് വെക്കുന്നത്. ആധുനിക മനുഷ്യരല്ല യഥാർത്ഥ ഭൂമിയുടെ അവകാശികൾ, അല്ലെങ്കിൽ യഥാർത്ഥ പ്രകൃതിയുടെയും ഗോത്രത്തിന്റെയൊക്കെ ഒരു കഥയാണ് അവതാർ എന്ന സിനിമ. ഇത് വളരെയേറെ എന്നെ ഹൃദയത്തെ സ്പർശിച്ച സിനിമയാണ്. അപ്പൊ അതുപോലെ തന്നെ ഈ പുസ്തകത്തിൽ ഈ എഴുത്തുകാരൻ, ഈ ദേശചരിത്രകാരൻ തന്റെ നാട്ടിലെ മനുഷ്യരെ അടയാളപ്പെടുത്തി വെക്കുകയാണ്. അതിൽ ഓരോരുത്തരെയും അദ്ദേഹം അവിടുത്തെ KV അഹമ്മദ് കുട്ടി, അങ്ങനെ ധാരാളം പേര്, നിങ്ങൾ ഷൈഖ് മുഹമ്മദ് മൗലവി, ഇതൊക്കെ 1800കളിൽ ജീവിച്ച് ഇന്ന് വരെയുള്ള മനുഷ്യരുടെ രേഖാചിത്രങ്ങൾ ഉൾപ്പെടെ ആ നാടിന്റെ ചരിത്രത്തെ അദ്ദേഹം ഓർത്തെടുക്കുകയാണ്. ഈ പുസ്തകം പ്രകാശിപ്പിക്കാൻ കഴിഞ്ഞ ഒരുപാട് സന്തോഷമുണ്ട്. അദ്ദേഹം ഇതിനു മുമ്പും അദ്ദേഹം പുസ്തകം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ ഡോക്യുമെന്ററി മേക്കറായിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. പ്രിയപ്പെട്ട മലിക് നാലകത്തിന്റെ ഈ പുസ്തകത്തിലെ എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു. ഒപ്പം ഇങ്ങനെ ഒരു വേദിയിലേക്ക് എന്നെ ക്ഷണിച്ച പ്രിയപ്പെട്ട ഷഹനാസിന്, മാക്ബത്ത് പബ്ലിക്കേഷൻസിന് ഹൃദയം നിറഞ്ഞ് നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും ഈ നിയമസഭാ പുസ്തകോത്സവം വായനയുടെയും എഴുത്തിന്റെയും സൗഹൃദത്തിന്റെയും ഒരു ഉത്സവമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എഴുത്തുകാരന് എല്ലാ വിദ്യാശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായിട്ട് നമ്മളോട് സംസാരിക്കുന്നതിന് വേണ്ടി എഴുത്തുകാരൻ ശ്രീ സുനിൽ CA ക്ഷണിക്കുകയാണ്. സദസ്സിലുള്ള ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ ഗ്ലോബ് ഉപയോഗിച്ച് ദേശഭൂപടം എഴുതുകയും കൃഷ്ണന്റെ കടയിൽ പോലും ഒരുപക്ഷെ ഗ്ലോബിന്റെ സഹായം തേടി മാത്രം സഞ്ചരിക്കാതെയും കാണാതെയും തൊടാതെയും ഒക്കെ ദേശാഖ്യാനം നടത്തുന്ന ഒരു കാലഘട്ടത്തിൽ ഒരാൾ സ്വന്തം ദേശത്തെക്കുറിച്ച്, ആ ദേശത്തിന്റെ സവിശേഷതകളെക്കുറിച്ച്, ആ ദേശം ഒഴിവായ രൂപീകരണ വഴികളെക്കുറിച്ചൊക്കെ കൃത്യമായി അടയാളപ്പെടുത്തുന്ന ഒരു പുസ്തകം എന്ന രീതിയിലാണ് ഒരുപക്ഷെ ഒരു റിസർച്ചർ ഈ പുസ്തകത്തെ സമീപിക്കുക. ഇതിന്റെ ആമുഖത്തിൽ KT ജലീൽ ഇങ്ങനെ കുറിച്ചിട്ടുണ്ട്: മലപ്പുറം ജില്ലയിൽ ഏറ്റവും അധികം വിദ്യാസമ്പന്നരും സർക്കാർ ജോലിക്കാരും ഡോക്ടർമാരും എഞ്ചിനീയർമാരും കോളേജ് പ്രൊഫസർമാരും സ്കൂൾ അധ്യാപകരും പ്രഭാഷകരും മതപ്രഭാഷകരും ഒക്കെയുള്ള അരീക്കോട് എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ കുറിച്ചാണ് ഒരു പക്ഷേ ഈ പുസ്തകം സംസാരിക്കുന്നത് മുഴുവൻ. ചിലയിടങ്ങളിൽ പ്രായം എന്നതിനേക്കാൾ അവർ വെച്ച് കൈമാറുന്ന നിരവധിയായ ആംഗ്യങ്ങളും ഭാഷകളും സംസ്കാരങ്ങളും ഒക്കെ പിന്നീട് ചരിത്രത്തിന്റെ താഴെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയായി തീരാറുണ്ട്, ചരിത്രത്തെ ബന്ധിപ്പിക്കുന്ന സംഗതിയായി മാറാറുണ്ട്. ആ രീതിയിൽ അനാട്ടമിക്കൽ പ്രോസസ്സിലൂടെ കടന്നുപോയ ഒരുപാട് വ്യക്തികൾ ഈ പുസ്തകം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. PM കുമാരൻ മാസ്റ്റർ അടക്കമുള്ള വ്യക്തിഗത മൂല്യങ്ങളെ ഒക്കെ മുമ്പിൽ വെച്ചിട്ടാണ് ഒരു ദേശത്തിന്റെ ചരിത്രം പറയുന്നത്. നമ്മുടെ ദേശാഖ്യാനങ്ങളുടെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് നമ്മുടെ ദേശാഖ്യാനങ്ങൾ പലപ്പോഴും ഈ അവിടെ നിന്നൊക്കെ കോപ്പി പേസ്റ്റ് ചെയ്യുന്ന സംഗതികളാണ്. അതിൽ നിന്ന് പലപ്പോഴും സ്കിപ്പാക്കപ്പെടുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതികളാണ്. ചരിത്രത്തിൽ നിന്ന് എപ്പോഴും സ്കിപ്പാകുന്നത്
ഏറ്റവും പ്രധാനപ്പെട്ട സംഗതികളാണ്. അതുകൊണ്ടാണ് ഈ പുസ്തകം ഏറ്റവും മൈന്യൂട്ടായ കാര്യങ്ങളെ ഏറ്റവും ഭംഗിയായി അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ദേശത്തിന്റെ ചരിത്രം എന്ന രീതിയിലല്ല ഒരുപക്ഷെ ഈ പുസ്തകത്തെ മറിച്ചു നോക്കുന്നത്. അതിനേക്കാൾ ഉപരി ഒരു അനുഭവത്തിന്റെ ഭാഷയാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. ചരിത്രത്തെ എങ്ങനെ വൈകാരികമായി അവതരിപ്പിക്കാമെന്ന് ഒരുപക്ഷെ മലയാളിക്ക് പഠിപ്പിച്ചു തന്നത് ആനന്ദാണ്. എല്ലാവരും ചരിത്രം എഴുതും, പക്ഷെ ചരിത്രത്തിന് കൂടുതൽ വൈകാരിക മുഹൂർത്തങ്ങളെ സമ്മാനിക്കാൻ ആനന്ദിനെ പോലെയുള്ള അല്ലെങ്കിൽ കെ പി നിർമ്മൽകുമാറിനെ പോലുള്ള എഴുത്തുകാരാണ് ഇപ്പോൾ ശ്രമിച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ അതിനർത്ഥം ഈ ചരിത്രവും ദേശചരിത്രവും എഴുതാൻ എളുപ്പമാണ്. കാരണം അതിന് ഈ ഇൻഫർമേറ്റീവ് ന്യൂവാൻസസിന്റെ സാധ്യത മാത്രം മതി. അതിനേക്കാൾ ഉപരി വേണ്ടത് ഈ പറയുന്ന വൈകാരിക ഭാഷയും വൈകാരികമായ അടുപ്പവും ഒക്കെയാണ്. അങ്ങനെ ചരിത്രത്തെ, ദേശചരിത്രത്തെ, ഒരുപക്ഷെ ദേശാഖ്യാനത്തെ വൈകാരിക ചരിത്രമാക്കി അവതരിപ്പിക്കുന്നു എന്നതാണ് മലിക് നാലകത്തിന്റെ ഈ പുസ്തകത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഞാൻ എപ്പോഴൊക്കെയോ പല റെഫറൻസിന് വേണ്ടി വായിച്ചിട്ടുള്ള, ഞാൻ വർക്ക് ചെയ്യുന്ന യോഗനാഥിലായതുകൊണ്ടും യോഗനാഥിന്റെ ചില വർക്കുകൾക്ക് വേണ്ടിയിട്ട് ചില റെഫറൻസുകൾ നടത്താറുള്ളത് കൊണ്ടും ആ റെഫറൻസുകളിൽ വിനിയോഗിച്ചിട്ടുള്ള ചില പേരുകൾ ഇതിൽ കടന്നുകൂടിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ അതിനകത്ത് എനിക്ക് കിട്ടിയിട്ടുള്ളത് മുഴുവൻ ഭാഗികമായ ചില സംഗതികളായിരുന്നു. ഈ നാലകത്ത് അഹമ്മദ് കുട്ടി മുസ്ലിയാരെ കുറിച്ചൊക്കെയുള്ള ഭാഗികമായ അറിവുകൾ 1978-34 കാലയളവിൽ ജീവിക്കുന്ന ഒരാൾ ചരിത്രത്തിൽ എങ്ങനെയാണ് അടയാളപ്പെടുത്തപ്പെടുന്നത് എന്നൊക്കെയുള്ളതിന്റെ വിശദമായ രൂപം ഒരുപക്ഷെ ഇവിടെയാണ് നമ്മൾ കാണുന്നത്. പൊളിറ്റിക്കൽ ഒരു പൊതുബോധത്തിന്റെ പൊളിറ്റിക്കൽ ഇഫക്റ്റീവ്നെസ് മുഴുവൻ ഒരു കാലഘട്ടത്തിൽ 78 അല്ലെങ്കിൽ 34 അല്ലെങ്കിൽ 40 വർഷങ്ങൾ ഒരാൾ എങ്ങനെയാണ് താൻ ജീവിച്ച കാലഘട്ടത്തിൽ ജീവിച്ച സ്ഥലത്തൊക്കെ വിനിയോഗിച്ചിട്ടുള്ളത് എന്നൊക്കെയുള്ള സാന്നിധ്യത്തിന്റെ കൂടി പുസ്തകമായിട്ട് ഇത് മാറും. അങ്ങനെ ഒരുപാട് വ്യക്തിഗത ബയോപിക് രേഖകൾ തീർച്ചയായിട്ടും ഈ ചരിത്ര പുസ്തകത്തിലുണ്ട്. അത്തരത്തിലൊക്കെ ഈ പുസ്തകം കൂടുതൽ സ്വീകൃതമാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ പുസ്തകത്തിനും എഴുത്തുകാരനും എല്ലാവിധ വായനാ ദൂരവും ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. നമ്മളോട് സംസാരിക്കുന്നതിന് വേണ്ടി ശ്രീമതി ശ്രീന വടക്കേതിലിനെ ക്ഷണിക്കുന്നു. എൻ്റെ പേര് ശ്രീന വടക്കേതിൽ നിന്നാണ്. എനിക്ക് ചരിത്രം ഇഷ്ടമാണ്. ഞാൻ PG വരെ ചെയ്തത് ചരിത്രം തന്നെയായിരുന്നു. അതിനുശേഷമായിരുന്നു വഴിമാറി MBA യിലേക്കൊക്കെ പോയത്. പിന്നെ ജേർണലിസം അങ്ങനെയൊക്കെ പോയത്. 1-2 ബുക്കൊക്കെ ഇറക്കിയിട്ടുണ്ട്. എന്നെ നിങ്ങൾക്ക് 2-3 വർഷം മുമ്പ് ഞാൻ സജീവമായിട്ടൊക്കെ നിന്നാണ്. പിന്നെ ബിസിനസ് സംബന്ധിച്ച് കുറച്ച് ഏറെ തിരക്കുകൾ വന്നതോടുകൂടി ഞാൻ പിൻവാങ്ങുകയായിരുന്നു. വീണ്ടും ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് വീണ്ടും ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ചരിത്രം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ നാടും ഇതിപ്പം വായിക്കുമ്പോൾ തന്നെ മലിക് നാടകത്തിന് ഞാനൊരു പുസ്തകം വായിച്ചിട്ടുള്ളത് ചാലിയാർ സാക്ഷി എന്നുള്ള പുസ്തകമായിരുന്നു. അതൊരു 2021-22 തോന്നുന്നു ഒരു പബ്ലിക്കേഷൻ ഇറക്കിയതാണ്. അപ്പൊ നല്ല ഭാഷയാണ്, വായിക്കാൻ നല്ല സുഖമാണ്. പൊതുവെ നമ്മള് ചരിത്രത്തിന്റെ ദേശത്തിന്റെ ഒക്കെ കഥ പറയുന്ന പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അവര് കുറേ വാക്കുകൾ കൊണ്ടൊന്ന് കുത്തി നിറയ്ക്കും. എനിക്ക് അതൊക്കെ എന്നെ പോലുള്ള സാധാരണപ്പെട്ട വായനക്കാർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഭാഷയിൽ ഒരു ദേശത്തിന്റെ സംസ്കാരം മുഴുവൻ പറയുന്ന ചാലിയാർ സാക്ഷി വളരെ നല്ല രീതിയിലൊരു ബുക്കായിരുന്നു. ഇത് എൻ്റെ കയ്യിൽ ഇപ്പോഴാണ് കിട്ടുന്നത്. ഇതും എനിക്ക് വായിക്കാനുള്ള ഭാഗ്യം കിട്ടിയില്ല, അതിയായി സന്തോഷിക്കുന്നു. ഈ പുസ്തകത്തിനകത്ത് ഇതിപ്പോ നോക്കിയപ്പം മനസ്സിലായി ഇതേപോലെ തന്നെയാണ്. എൻ്റെ നാടും ഭയങ്കര മനോഹരമാണ് കേട്ടോ. ഞാൻ പത്തനംതിട്ട ജില്ലയിലെ കൊടുമൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എൻ്റെ നാടും ഇത് കണ്ടപ്പോൾ ആലോചിച്ചു, ദൈവമേ എൻ്റെ നാട്ടിൽ ഇതേപോലെ നല്ല മനോഹരമായ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനെപ്പറ്റി ഒരു പുസ്തകം എഴുതണമല്ലോ എന്ന് ചിന്തിച്ചു. എന്തായാലും മലിക് നാടകത്തിന്റെ ഈ പുസ്തകം വളരെ നല്ല രീതിയിൽ വിറ്റഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. സർവശക്തിയോട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. മലിക് നാടകത്തിന്റെ പുസ്തകങ്ങളുടെ ഭാഗമായി എല്ലാ കാലത്തും നിൽക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒലിവ് പബ്ലിക്കേഷൻസിന്റെ എഡിറ്റർ ആവുന്ന സമയത്ത് അവിടെ നിന്നാണ് ചാലിയാർ സാക്ഷി പുസ്തകം വരുന്നത്. അതിനോടനുബന്ധിച്ച് ഇപ്പം മാക്ബത്ത് പബ്ലിക്കേഷൻസിലും ഒരുപാട് പുസ്തകങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആമുഖത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു നാടിന്റെ വളർച്ചയും തളർച്ചയും അതോടൊപ്പം തന്നെ അതൊക്കെ അനുഭവിച്ചറിഞ്ഞ ഒരാളെന്ന രീതിയിൽ ഒരുപാട് നിരീക്ഷണങ്ങൾ ഞാൻ ഇതിൽ എഴുതുന്നുണ്ട്. അതൊരു പക്ഷേ നിങ്ങൾക്ക് യോജിക്കാം എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുസ്തകം ചിലപ്പോൾ അരീക്കോടുള്ള ആളുകൾക്ക് വിമർശിക്കാനുള്ളത് കൂടി ആകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഏറെ സ്നേഹത്തോടെ മലിക് നാടകത്തിന് സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. എൻ്റെ പുസ്തക
പ്രസാധന രംഗത്തേക്ക് അല്ലെങ്കിൽ എൻ്റെ പുസ്തകമെഴുത്ത് രംഗത്തേക്ക് ഞാൻ കടന്നു വന്നപ്പോൾ എന്നെ ആദ്യം കൈപിടിച്ച് വഴി കാണിച്ച ആൾ ഷഹനാസ്. തുടർന്നുള്ള എൻ്റെ നാടും നാട്ടുകാരും പരിദേശത്തുള്ളവരും ഒക്കെ ആയിട്ടുള്ള പലരെക്കുറിച്ചും പലതിനെക്കുറിച്ചുമുള്ള എൻ്റെ എഴുത്തുകളെല്ലാം പ്രസിദ്ധീകരിച്ചത് ഷഹനാസ് തന്നെയാണ്. ആദ്യം ഒരു എഡിറ്റർ എന്ന നിലക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പ്രസാധക എന്നുള്ള ആൾക്ക് 3 or 4 പുസ്തകങ്ങൾ അവർ എൻ്റെ പ്രസിദ്ധീകരിച്ചു. അതിനെ ഞാനെന്നും ഷഹനാസിനോട് കടപ്പെട്ടിരിക്കുന്നു. ഈ പുസ്തകം പ്രകാശനം ചെയ്യാനും അത് ഏറ്റുവാകാനും അതേക്കുറിച്ച് സംസാരിക്കാനും ഇവിടെ എത്തിയ ബഹുമാന്യരായ ബഹുമാന്യരോടും ഈ ചടങ്ങിന് സാക്ഷികളാകാൻ എത്തിയവരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. ഈ പുസ്തകം വ്യക്തികളുടെ ചരിത്രമല്ല, ഒരു ദേശത്തിന്റെ ചരിത്രം മാത്രവുമല്ല. അത് ഒരു ദേശത്തിന്റെ വികാസ പരിണാമങ്ങൾ എന്നാണ് അതിന്റെ ടൈറ്റിൽ. ആ ഹെഡിങ് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു കാലഘട്ടത്തിൽ വളരെ സയന്റിഫിക് ടെമ്പർ ഉണ്ടായിരുന്ന ഒരു സമൂഹം ആ തരത്തിൽ മുന്നോട്ട് പോവുകയും മതകീയമായ വിഭാഗീയതകൾ നമ്മളെ സ്പർശിക്കാതിരിക്കുകയും ചെയ്തിരുന്ന ഒരു സുവർണകാലം നമ്മളുടെ നാടിനുണ്ടായിരുന്നു. അരീക്കോട് എന്നുള്ളൊരു ക്യാൻവാസിൽ നിന്നുകൊണ്ട് ഈ മലയാള നാടിന്റെ സാമൂഹികമായ മുന്നേറ്റ പിന്നോക്കാവസ്ഥകളെ വിശകലനം ചെയ്യാനാണ് ഞാനതിൽ ശ്രമിച്ചിട്ടുള്ളത്. അത് നേരത്തെ ഷഹനാസ് പറഞ്ഞ പോലെ ആമുഖത്തിൽ തന്നെ ഞാൻ പറഞ്ഞത് എൻ്റെ നിരീക്ഷണങ്ങൾ എൻ്റെ മാത്രം നിരീക്ഷണങ്ങളാണ്. അതിനോട് യോജിക്കാം വിയോജിക്കാം. പലപ്പോഴും നമ്മളുടെ നമ്മൾ മുന്നോട്ട് നടന്നുകൊണ്ടിരുന്ന ഒരു സമൂഹം പിറകോട്ട് പോകുന്നത് വിശ്വാസത്തിന്റെ പേരിലാണ് പലപ്പോഴും. അത് നമ്മൾ ഇപ്പോ നരബലി അടക്കം നടത്തുന്ന ഒരു സമൂഹമായി നമ്മൾ പിന്നോട്ട് നടന്നതിനെ കുറിച്ചും നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഞാൻ ജനിച്ചു വളർന്ന ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് എനിക്ക് പരിചിതമായ മേഖലയിൽ എനിക്ക് ഉറപ്പുള്ള കാര്യങ്ങളെ മാത്രം വെച്ചുകൊണ്ടാണ് ഞാൻ അതിൽ എൻ്റെ നിരീക്ഷണത്തെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത് ഒരു സമൂഹത്തിന്റെയോ ഒരു സമുദായത്തിന്റെയോ മാത്രം പ്രത്യേകതയല്ല, മൊത്തത്തിൽ നമ്മളെ ബാധിച്ച ഒരു ജീർണതയെ കൂടി ഞാൻ ഇതിലൂടെ കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. മാന്യ വായനക്കാർ അതെല്ലാം വായിച്ച് അതേക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞു. പുസ്തക പ്രകാശനത്തിന്റെ ചടങ്ങ് ഇവിടെ അവസാനിക്കുകയാണ്. ഭാരത പബ്ലിക്കേഷൻസിന്റെ സ്റ്റോറിൽ പുസ്തകം നിങ്ങൾക്ക് വാങ്ങണമെങ്കിലുള്ള ഒരു അവസരമുണ്ട്. എല്ലാവരും വാങ്ങുക, വായിക്കുക, അതോടൊപ്പം നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കൂടി എഴുത്തുകാരനെ അറിയിക്കുക എന്ന് അഭ്യർത്ഥിക്കുന്നു. ചടങ്ങ് അവസാനിക്കുകയാണ്. ഇവിടെ കൂടി നിന്ന് എല്ലാവർക്കും ഫോട്ടോ എടുത്ത, വീഡിയോ എടുക്കുന്ന, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർ മനുഷ്യർക്കും സ്നേഹത്തോടെ നന്ദി പറയുന്നു. താങ്ക് യു.